ഏത് ജീവി മരിച്ചാലും അവരുടെ ശരീരം ഡീകമ്പോസ് ചെയ്യാൻ തുടങ്ങും. ഈ ഡീകമ്പോസ് ചെയ്യാൻ ഇവരെ സഹായിക്കുന്നത് ഇവരുടെ ശരീരത്തിലേക്ക് എത്തുന്ന ചില സൂക്ഷ്മാണുക്കളാണ്. അവരുടെ ഭക്ഷണം കഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ സൂക്ഷ്മാണുക്കള് ചില ടോക്സിൻസ് ഇവരുടെ ഭക്ഷണത്തിൽ കലർത്തും. പ്രോപ്പറായി കുക്ക് ചെയ്യാത്ത, ഇങ്ങനെ ഡീകമ്പോസ് ചെയ്ത് തുടങ്ങിയിട്ടുള്ള മാംസം കഴിക്കുമ്പോൾ ഇങ്ങനെയുള്ള ടോക്സിൻസ് നമ്മുടെ ശരീരത്തിലേക്ക് എത്തുമ്പോഴാണ് ഫുഡ് പോയ്സണിങ് നമുക്ക് സംഭവിക്കുന്നത്. ബോട്ടിലിനുമൊക്കെ ഇങ്ങനെ വരുന്ന ഒരു ടോക്സിന് എക്സാമ്പിൾ ആണ് 1 ഗ്രാം ബോട്ടിലിനും ടോക്സിൻ ഏകദേശം 15,000 പേരെ കൊല്ലും. അപ്പൊ ചീഞ്ഞ ഭക്ഷണം കഴിക്കുന്ന ഈ സ്കാവഞ്ചേഴ്സിന് എന്തുകൊണ്ടാണ് ഫുഡ് പോയ്സണിങ് വരാത്തത്? ഇന്നത്തെ വീഡിയോ അതിനെക്കുറിച്ചാണ്. എൻ്റെ പേര് ഡോക്ടർ മേഘ വിൽസൺ. ഞാനൊരു വെറ്റിനറിയൻ ആണ്. ആനിമൽ റിലേറ്റഡ് അല്ലെങ്കിൽ വെറ്റിനറി റിലേറ്റഡ് കണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഡു ഫോളോ മൈ ചാനൽ ദ വെറ്റ് വോയിസസ്. സ്കാവഞ്ചേഴ്സ് എന്ന വാക്കിന് കൃത്യമായിട്ടൊരു മലയാളം വാക്ക് കണ്ടുപിടിക്കാൻ തന്നെ എനിക്ക് പറ്റിയിട്ടില്ല. ശവന്തീനികൾ, അവശിഷ്ടഭോജികൾ എന്നൊക്കെയാണ് കാണുന്നത്. സ്കാവഞ്ചേഴ്സിന് കൃത്യമായിട്ട് ഒരു മലയാളം വാക്കുണ്ടെങ്കിൽ അതറിയാൻ ആഗ്രഹമുണ്ട്. നിങ്ങൾക്ക് അത് അറിയാച്ചാല് എന്തായാലും ഈ വീഡിയോന്റെ താഴെ കമന്റ് ചെയ്യുക. സംഭവം എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മറ്റ് ജീവികൾ വേട്ടയാടി പിടിച്ചിട്ടുള്ള മൃഗങ്ങളുടെ അവശിഷ്ടം തിന്ന് ജീവിക്കുന്ന മൃഗങ്ങളെയാണ് ഈ സ്കാവഞ്ചേഴ്സ് എന്നുള്ളത് കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്. ഇതിന് ഉദാഹരണമായിട്ട് കുറുക്കൻ, ചെന്നായ, കഴുതപ്പുലി, കഴുകൻ എന്നിവയൊക്കെ ഉണ്ട്. ഫുഡ് പോയ്സണിങ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് കുറച്ച് ബിഹേവിയറൽ അഡാപ്റ്റേഷൻസ് ഉണ്ട്. അതിൽ ആദ്യത്തേതാണ് ക്വാളിറ്റി കൺട്രോൾ. കഴിയുന്നതും ഡീകമ്പോസിഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്ന മാംസം കഴിക്കുക. മറ്റ് സൂക്ഷ്മജീവികളായിട്ടുള്ള കോണ്ടാക്ട് കുറയ്ക്കാൻ ഇത് ഒരു പരിധി വരെ ഇവരെ സഹായിക്കും. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത്, മറ്റു ജീവികൾ കൊന്നിട്ട മൃഗങ്ങളെ മാത്രം ആണ് ഇവർ പ്രിഫർ ചെയ്യുക. അസുഖം വന്ന് മരിച്ചിട്ടുള്ള ജീവികളെ വേറൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഒഴിവാക്കാറാണ് പതിവ്. ഇനി കഴുകന്മാരും ചില വണ്ടുകളും, കാരിയോൺ ബീറ്റിൽസ് എന്നാണ് ഇവരെ പറയുക. ഇതിന് മലയാളീകരിച്ച് വരുന്ന സമയത്ത് അർത്ഥം വരിക ശവന്തീനി വണ്ടുകൾ എന്ന് തന്നെയാണ്. ഇവരെ പ്രിഫർ ചെയ്യുക ചീഞ്ഞു തുടങ്ങിയിട്ടുള്ള മാംസമാണ്. ഇതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് മണം കൊണ്ട് ഇവർക്ക് പെട്ടെന്ന് ഇവരുടെ ഭക്ഷണം കണ്ടെത്താൻ പറ്റും എന്നുള്ളതാണ്. ഇനി ഇതിന്റെ ഉള്ളിൽ തന്നെ ഈ വണ്ടുകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ അവരുടെ സെലൈവയില് അല്ലെങ്കിൽ തുപ്പലില് ഇഷ്ടം പോലെ ആന്റി മൈക്രോബിയൽസ് ആണ് ഉള്ളത്. സോ ഇവരെ ഈ സെലൈവ ഈ ചീഞ്ഞു തുടങ്ങിയ മാംസത്തിലേക്ക് തെളിച്ചതിന് ശേഷമാണ് ഇവരത് കഴിക്കുക. ഫലത്ത് പറയാച്ചാല് അവരുടെ ഭക്ഷണം അവർ സാനിറ്റൈസ് ചെയ്തതിന് ശേഷമാണ് കഴിക്കുന്നത്. ഇനി കഴുകന്മാരാണ്. കഴുകന്മാരെ കുറിച്ച് പറയുന്ന സമയത്ത് നമുക്ക് നമ്മുടെ സെക്കൻഡ് പോയിന്റിലേക്കും വരാം. സ്ട്രോങ് സ്റ്റൊമക് ആസിഡ്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ദഹനരസമാണ് കഴുകന്മാർക്ക്. നമുക്കറിയാം നമ്മുടെ ദഹനരസത്തിൽ തന്നെ ഹൈഡ്രോക്ലോറിക് ആസിഡ് പോലെയുള്ള അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ആസിഡ് ഉണ്ട് എന്നുള്ളത്. ഹൈഡ്രോക്ലോറിക് ആസിഡ് നമ്മുടെ ശരീരത്തിലുള്ളത് ഏകദേശം pH 4 നിൽക്കുന്നത്. എന്നാൽ കഴുകന്മാരുടെ ശരീരത്തിൽ ഇത് pH 1 അടുത്ത് നിൽക്കുന്നത്. അതായത് നമ്മുടെ ശരീരത്തിലുള്ളതിനെക്കാട്ടും എത്രയോ സ്ട്രോങ് ആയിട്ടുള്ള ആസിഡാണ് കഴുകനിലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ദഹനരസം സാധാരണഗതിയിൽ മനുഷ്യരിൽ ഫുഡ് പോയ്സണിങ് ഉണ്ടാക്കുന്ന സാൽമണല, ബോട്ടിലിനം, ഈക്കോളൈ ഈ ബാക്ടീരിയാസിനൊക്കെ ഇത് നശിപ്പിക്കും. ഇങ്ങനെയും തടയാൻ കഴിയാത്ത സൂക്ഷ്മജീവികളുണ്ട്. സോ തേർഡ് പോയിന്റിലേക്ക് വരാം. ഇവരുടെ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഗട്ട് ബാക്ടീരിയാസ്. പല ജീവികളിലും അവരുടെ ഭക്ഷണത്തിന് ആവശ്യമായിട്ടുള്ള ബാക്ടീരിയാസ് അവരുടെ ദഹനേന്ദ്രിയങ്ങളിൽ തന്നെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടാവും. നമ്മൾ പശുവിന്റെ കാര്യം പറഞ്ഞ സമയത്ത് ഓൾറെഡി പറഞ്ഞതാണ്. അതായത് സെല്ലുലോസ് സാധാരണഗതിയിൽ ഒരു ജീവികൾക്കും ഡീഗ്രേഡ് ചെയ്യാൻ പറ്റാത്തതായതുകൊണ്ട് തന്നെ പശുവിന്റെ ശരീരത്തിൽ അത് ഡീഗ്രേഡ് ചെയ്യാൻ സഹായിക്കുന്ന രീതിയിലുള്ള പല അണുക്കളും ഉണ്ട് എന്നുള്ളത്. അതുപോലെ തന്നെ ഈ കഴുകന്മാരുടെ ഭക്ഷണം ഇങ്ങനെ ചീഞ്ഞു തുടങ്ങുന്ന മാംസമായതുകൊണ്ട് തന്നെ അതിന്റെ അപകടം കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള സൂക്ഷ്മാണുക്കൾ അവരുടെ ശരീരത്തിലും ഉണ്ട്. ഇനി 1, 2, 3 ഫലിച്ചില്ലെങ്കിൽ ഉള്ളതാണ് 4ാമത്തെ പോയിന്റ്. നിപ്പ വൈറസ് എന്തുകൊണ്ടാണ് വവ്വാലുകളിൽ ഉണ്ടാവാത്തതെന്നുള്ള ഒരു വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിരുന്നു. നിപ്പയെ കുറിച്ച് നിങ്ങൾക്ക് ഉണ്ടായേക്കാവുന്ന പല രീതിയിലുള്ള സംശയങ്ങളും നമ്മൾ ആ വീഡിയോയിൽ ആൻസർ ചെയ്താണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അതിൽ പറയുന്ന ഒരു പ്രധാന കാര്യമാണ് പല വൈറസുകൾക്കും അല്ലെങ്കിൽ പല മൈക്രോ ഓർഗാനിസത്തിനെയും ചില ജീവികൾ നാച്ചുറലി പ്രതിരോധം ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും എന്നുള്ളത്. അത് പല രീതിയിലായിരിക്കാം. സോഷ്യലായിട്ട് കഴിയുന്ന പല മൃഗങ്ങൾക്കും
ഇമ്മ്യൂണിറ്റി അവരുടെ കൂടെയുള്ളവരും കൊടുക്കും. ഹേർഡ് ഇമ്മ്യൂണിറ്റി എന്നാണ് ഈ പ്രതിഭാസത്തിന് പറയുക. നമ്മളൊരു വാക്സിൻ കുത്തുന്ന മാതിരി തന്നെ ഇവരെല്ലാവരും കൂട്ടത്തോടെ ജീവിക്കുന്നതുകൊണ്ട് പല രീതിയിലുള്ള വൈറസുകൾക്കെതിരെയുള്ള പ്രതിരോധം ഇവരുടെ ഗ്രൂപ്പിലുള്ള കുഞ്ഞുങ്ങൾക്കും ലഭിക്കും. അതൊരു പക്ഷെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നതുകൊണ്ടായിരിക്കാം, ഇല്ലെങ്കിൽ ചെന്നായെ പോലെ, കുറുക്കനെ പോലെ, അല്ലെങ്കിൽ കഴുതപ്പുലിയെ പോലെയുള്ള ജീവികൾ കുഞ്ഞുങ്ങളെ നക്കി തുടയ്ക്കുന്നതുകൊണ്ടായിരിക്കാം. അങ്ങനെയൊക്കെ പല രീതിയിലും ഓൾറെഡി ഇവർക്ക് പല വൈറസുകളിൽ നിന്നും പ്രതിരോധം ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബോട്ടിലിനം, ആന്ത്രാക്സ് പോലെയുള്ള അസുഖങ്ങൾക്ക് ഇവർ ഓൾറെഡി പ്രതിരോധ ശേഷി നേടിയവരായിരിക്കും. ഇതിനോടൊക്കെ കൂടെ തന്നെ ഇവരുടെ ഡീടോക്സിഫൈങ് സിസ്റ്റം വളരെ എഫിഷ്യൻ്റ് ആയിരിക്കും. ഇനി ഇവരുടെ ശരീരത്തിൽ ഇങ്ങനെ എന്തെങ്കിലും ടോക്സിൻ കയറിയാൽ തന്നെ അത് ശരീരത്തിൽ നിന്ന് തന്നെ പുറത്തു തള്ളി വിഷവിമുക്തമാക്കാൻ തക്ക രീതിയിലുള്ളതായിരിക്കും ഇവരുടെ ഡീടോക്സിഫൈങ് സിസ്റ്റം. മെയിനായിട്ട് നമ്മുടെ ശരീരത്തിലുള്ള ഡീടോക്സിഫൈ ചെയ്യുന്ന ഓർഗൻസ് എന്ന് പറയുന്നത് ലിവറും കിഡ്നിയാണ്. ഇത് രണ്ടും ഇവരുടെ ശരീരത്തിൽ ഉണ്ടായേക്കാവുന്ന ടോക്സിൻസ് ഫ്ലഷ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കെൽപ്പുള്ളവരാണ്. ന്യൂട്രിയൻ റീസൈക്ലിങ്ങിനെ ഒരുപാട് സഹായിക്കുന്ന ജീവികളാണ് കാക്ക മുതൽ കഴുകൻ വരെയുള്ള ഈ ജീവികൾ. പ്രകൃതിയുടെ ശുചിത്വ തൊഴിലാളികൾ. മിക്ക ജീവികളും കഴിക്കാൻ താല്പര്യപ്പെടാത്ത ഒരുപാട് വേസ്റ്റുകൾ ഈ ഭൂമിയിൽ നിന്ന് ഇവർ ഒഴിവാക്കാൻ സഹായിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇങ്ങനെ ഇതുപോലെ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം എല്ലാ ഹാൻഡിലുകളിലും നമുക്ക് പേജ് ഉണ്ട്. അതിൽ മെസ്സേജ് ചെയ്താലും മതിയാവും. ഈ ചാനലുകളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുന്നതും പരിഗണിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.